ഹായ് ഫ്രണ്ട്സ്, ഞാനിപ്പോൾ ഉള്ളത് മലപ്പുറം ജില്ലയിൽ മമ്പാട് എന്ന് പറഞ്ഞ സ്ഥലത്താണ്. ഇവിടെ വന്നത് റിസ്വാന റഷീദ് എന്ന് പറഞ്ഞ മോളെ കാണാനാണ്. മോൾക്ക് ഡൗൺ സിൻഡ്രം ആണ്. ഡൗൺ സിൻഡ്രം എന്ന് പറഞ്ഞാൽ നിങ്ങൾക്ക് അറിയാമല്ലോ. അപ്പോൾ പിന്നെ സംസാരത്തിന് ചെറിയൊരു ബുദ്ധിമുട്ടുണ്ട്. മോൾക്ക് സംസാരിക്കുന്നത് നമുക്ക് മനസ്സിലാവും, കുറച്ചൊരു വ്യക്തത കുറവാണ്. പിന്നെ പറയുന്ന കാര്യങ്ങളൊക്കെ മനസ്സിലാവും, പക്ഷേ തിരിച്ച് പറയുമ്പോൾ ആ ഒരു വ്യക്തത കുറവിൻ്റെ, പിന്നെ ചെറിയൊരു പക്വത കുറവാണ്. കൂടുതൽ ഡീറ്റെയിൽ ആയിട്ട് നമുക്ക് അവരോട് ചോദിക്കാം. ഇവരുടെ വീടല്ല, ബ്രദറിൻ്റെ വീടാണ്. ഇവരുടെ വീട് എറണാകുളത്താണ്. അപ്പോൾ റിസ്വാനേൻ്റെ ഉപ്പ മരിച്ചതിന് ശേഷം ആങ്ങളെൻ്റെ വീട്ടിലേക്ക് ഒരു വന്നതാണ്. ഒരു സ്വന്തം വീടൊക്കെ എറണാകുളത്തുണ്ട് കേട്ടോ. എന്നാൽ നമുക്ക് അവരെ പരിചയപ്പെടാം. അവരുടെ വീടല്ലാത്തതുകൊണ്ട് വീട് കാര്യമൊന്നും കാണിക്കുന്നില്ല. ഇതാണ് കേട്ടോ റിസ്വാന. എന്തൊക്കെയാ വിശേഷം? സുഖല്ലേ? ആ, ഇത് ഉമ്മയാണ്. ഉമ്മയുടെ പേരെന്താ? പേര് സീനത്ത് എന്നാണ്. അപ്പോൾ ഇത് അനിയത്തിയാണ് അല്ലേ. അപ്പോൾ കാര്യങ്ങളൊക്കെ അനിയത്തി പറയൂ. എന്നാൽ ഇരുന്നോ റിസ്വാന, ഇരുന്നടാ. അനിയത്തിൻ്റെ പേരെന്തേനോ? നസ്രിൻ. അപ്പോൾ നസ്രിൻ, റിസ്വാന നമുക്ക് എന്താ ബുദ്ധിമുട്ടുള്ളത്? ഒരു ബുദ്ധിമുട്ടും ഇല്ല എന്ന്. മാഷാ അല്ലാ, നമുക്കൊരു ബുദ്ധിമുട്ടും ഇല്ല. നമ്മൾ ചെറിയ പോരായ്മകൾ വരെ കണ്ട് വരുന്ന ഒരാളെയല്ലേ നമുക്ക് വേണ്ടേ അല്ലേ. ഇപ്പോൾ ഡൗൺ സിൻഡ്രം വന്ന മക്കൾക്ക് എന്ന് പറഞ്ഞാൽ ഭയങ്കര സ്നേഹമായിരിക്കും കേട്ടോ. ഒരുപാട് മക്കളെ കണ്ടിട്ടുണ്ട്, അവർക്ക് ഭയങ്കര ആത്മാർത്ഥമായിട്ടുള്ളൊരു സ്നേഹമായിരിക്കും. പിന്നെ അവർക്ക് ചെറിയ ചില ബുദ്ധിമുട്ടേ ഉള്ളൂ അല്ലേ. മോക്ക് സംസാരിക്കാൻ കുറച്ച് ബുദ്ധിമുട്ടുണ്ട്. പിന്നെ കുറച്ച് പക്വത കുറവ്, അങ്ങനെയൊക്കെ കുറച്ചുണ്ട് ഇതായിട്ട്. അധികം അടുക്കളയിലൊന്നും കയറ്റാത്തതിൻ്റെ ഒക്കെ. അങ്ങനെ കുക്കിങ് ചെയ്യലില്ല അല്ലേ? വേറെ പണികളൊക്കെ എടുക്കും, പക്ഷെ കുക്കിംഗ് മാത്രം നോക്കിയിട്ടില്ല. അത് ശരി. പിന്നെ എത്ര വയസ്സായി ഇപ്പോൾ? സുവാനക്ക് എത്ര വയസ്സായി? 25 അല്ലേ. എത്ര വരെയാ പഠിച്ചത്? പ്ലസ് ടു അല്ലേ. സ്ക്രൈബ് എഴുതിയതായിരിക്കും അല്ലേ പരീക്ഷ? സ്പെഷ്യൽ സ്കൂളാണോ? സ്പെഷ്യൽ സ്കൂളാണ്. അത് ശരി. നിങ്ങൾ എത്ര മക്കളാ? 3. 2 പെണ്ണും ഒരാണോ ആണ് അല്ലേ? അനിയനുണ്ട്. ഉപ്പ മരണപ്പെട്ടിട്ട് കുറേ ആയോ? എത്രയായി? 2 വർഷമായി. അപ്പോൾ എറണാകുളത്തായിരുന്നു ഉപ്പാൻ്റെ നാട് അല്ലേ. അപ്പോൾ നിങ്ങളിപ്പോൾ ഇങ്ങോട്ടേക്ക് വന്നിട്ട് ഉമ്മാൻ്റെ ആങ്ങളുടെ വീട്ടിലേക്ക് വന്നതാണ് അല്ലേ. 1 വർഷമായി ഇവിടെ വന്നിട്ട്. അപ്പോൾ അവിടെ വീടുണ്ട് അല്ലേ? സ്വന്തം വീടാണോ? നമുക്ക് കല്യാണാലോചന എറണാകുളം സൈഡിൽ നിന്നാണോ അല്ലെങ്കിൽ എങ്ങനെയാ? ദൂരം പ്രശ്നമുണ്ടോ? ദൂരം പ്രശ്നമല്ല, പക്ഷെ എന്നാലും അത്ര നല്ലതാണ്. അതെ. അപ്പോൾ ഏതൊക്കെ ജില്ല പറ്റുമോ? എറണാകുളം ജില്ലയോ അല്ലെങ്കിൽ മലപ്പുറം? അങ്ങനെ മലപ്പുറം ആയാലും കുഴപ്പമില്ല അല്ലേ. മലപ്പുറം ജില്ല ആയാലും കുഴപ്പമില്ല. എറണാകുളം, തൃശ്ശൂരൊക്കെ പറ്റുമോ? അപ്പോൾ ജില്ല അങ്ങനെ പ്രശ്നമല്ല. ഇവർക്ക് 2 സൈഡിലും ആൾക്കാരുള്ളത് കൊണ്ട് കുഴപ്പമില്ല. അപ്പോൾ ഉപ്പാൻ്റെ ഫാമിലി ഒക്കെ അവിടെ ഉണ്ടോ എറണാകുളത്തെ? കൊച്ചിയിലുണ്ട്, പക്ഷെ അങ്ങനെ അധികം ബന്ധമൊന്നുമില്ല. ആദ്യമായിട്ട് ഒരു ഇക്കാക്ക ഉണ്ടായിരുന്നു, അവരിങ്ങനെ മരിച്ചിട്ട് കുറെ നാളായി. അപ്പൊ അങ്ങനെ ആദ്യമായിട്ടും ബന്ധമൊന്നുമില്ല. ഏത് ഇക്കാക്ക? വാപ്പാൻ്റെ ഇക്കാക്ക. വാപ്പാൻ്റെ ഏട്ടൻ അല്ലേ. അങ്ങനെ അത് ശരി. അപ്പോൾ പിന്നെ കൊച്ചിയിൽ നിന്ന് എറണാകുളത്ത് നിന്നായാലും കുഴപ്പമില്ല. പിന്നെ മാക്സിമം മലപ്പുറം ജില്ല, പിന്നെ കോഴിക്കോട് ജില്ല അല്ലേ, ഇങ്ങോട്ടുള്ളതായാലും കുഴപ്പമില്ല. 25 വയസ്സാണ് മോക്കായത്. അപ്പോൾ മോളെ കാര്യങ്ങളൊക്കെ മനസ്സിലാക്കുന്ന, അവളെ അടുക്കളയിലെ കുക്കിങ് കാര്യമൊന്നും അറിയില്ല. ചെറിയ രീതിയിലൊക്കെ അവളെ പഠിപ്പിച്ചാൽ മതി കേട്ടോ. അതെ. പിന്നെ അവൾക്ക് എഴുതാനും വായിക്കാനും അറിയില്ലല്ലോ? അധികം അറിയില്ല, പേരൊക്കെ എഴുതാൻ അറിയുള്ളൂ, വേറെ അങ്ങനെ. അതെ. എഴുതാനും വായിക്കാനും ഒക്കെ അങ്ങനെ അറിയില്ല. പിന്നെ അവൾക്ക് നമ്മൾ സംസാരിക്കുന്ന കാര്യങ്ങളൊക്കെ മനസ്സിലാവും, പക്ഷേ പറയുമ്പോഴുള്ള ആ ഒരു വിഷയമാണ്. വേറെ ടാബ്ലറ്റ് കാര്യങ്ങളൊന്നും ഇല്ലല്ലോ അല്ലേ? നമുക്ക് എത്ര വയസ്സ് വരെയുള്ള ആലോചന നോക്കാം? ഒരു 30 വയസ്സ് വരെ. ഒരു 30 വരെ അല്ലേ. ചെറിയ എന്തെങ്കിലും ബുദ്ധിമുട്ടുള്ള ഒരാളെ സ്വീകരിക്കാൻ തയ്യാറുണ്ടോ? ചെറിയ ബുദ്ധിമുട്ടൊന്നും കുഴപ്പമില്ല. ജോലിക്ക് പോയിട്ട് റിസ്വാനെ നോക്കുന്ന നല്ലൊരാളെയാണ് നമുക്ക് വേണ്ടേ. അതെന്തിനാ? അതിന് സങ്കടം വന്നേ? കണ്ണെരിയോ? ആണോ? കൺമശി ഇട്ടിട്ട് എരിഞ്ഞതാണോ? പെട്ടെന്ന് സങ്കടം വരുമോ? അതെ. റിസ്വാന, മോക്ക് എങ്ങനെയുള്ള പിയാപ്പിളിനെയാ വേണ്ടേ? മോളെ നോക്കുന്ന ആളായിരിക്കണം അല്ലേ. മനസ്സിലാക്കുന്ന ആളായിരിക്കണം. പിന്നെ നമ്മൾ ശ്രദ്ധിച്ച് കേട്ടാൽ അവൾ പറയുന്നതൊക്കെ നമുക്ക് മനസ്സിലാവും കേട്ടോ. മനസ്സിലാകാത്ത വിഷയമൊന്നുമില്ല. അവളെ കാര്യങ്ങളൊക്കെ അക്സെപ്റ്റ് ചെയ്യുന്ന ആളായിരിക്കണം കല്യാണം കഴിക്കാൻ വരുന്നത് കേട്ടോ. അപ്പോൾ അനാവശ്യമായിട്ട് ആരും ഇതിൽ വിളിക്കുകയൊന്നും ചെയ്യരുത്. അവളെ മനസ്സിലാക്കുന്ന നല്ലൊരു പാർട്ട്ണർ
എത്രയും പെട്ടെന്ന് മുമ്പോട്ട് വരട്ടെ. നിങ്ങൾ മാക്സിമം വീഡിയോ ഷെയർ ചെയ്യുക ഇൻഷാ അല്ലാ. അപ്പോൾ വേറൊന്നും പറയാനില്ലല്ലോടാ അല്ലേ? ഇല്ല ഇല്ല. പിന്നെ പല ആൾക്കാരും പല സ്ഥലത്തുനിന്നും വിളിക്കും, ആണുങ്ങളെ കൊണ്ട് ഫോൺ എടുപ്പിച്ചാൽ മതി കേട്ടോ. നല്ലപോലെ അന്വേഷിച്ച് മാത്രം ചെയ്യുക. കല്യാണ ശേഷമുള്ള ഒരു കാര്യത്തിന് എനിക്ക് യാതൊരു ഉത്തരവാദിത്വം ഉണ്ടാവില്ല. വരുന്ന കോളൊക്കെ നല്ലോണം അന്വേഷിച്ച് ചെയ്യുക. വീഡിയോ കോള് അങ്ങനെയൊന്നും വിളിച്ചാൽ എടുക്കണ്ട. അവളെ ഫോട്ടോ കാര്യമൊന്നും ചോദിച്ചാൽ കൊടുക്കണ്ട. നമ്മൾ വീഡിയോ എടുത്തിട്ട് ചെയ്യുന്നത് അവളെ കാണാൻ വേണ്ടിയിട്ടാണ്. പിന്നെ വിളിക്കുന്ന എല്ലാവരും നല്ലവരായിരിക്കൂല എന്നുള്ള എപ്പം മനസ്സിൽ ബോധ്യമാണ് കേട്ടോ. എൻ്റെ സുഹൃത്താണ് അതായതാന്നൊക്കെ പറഞ്ഞ് കള്ളത്തരം പറഞ്ഞ് വിളിക്കൂ, ഒക്കെ വെറുതെയാണ്. നേരിട്ട് ഇവിടെ വന്ന് പെണ്ണ് കണ്ടാൽ മാത്രമേ വിശ്വസിക്കാവൂ. ഫോണിലൂടെ നമ്മൾ ആരെയും അങ്ങനെ നാളെ വരും മറ്റന്നാൾ അങ്ങനെ വിചാരിക്കരുത്. പിന്നെ ആരെങ്കിലും വിളിച്ചിട്ട് ഗൾഫിൽ നിന്ന് ഇയാൾ ഉറപ്പാവളൊക്കെ ഇട്ട് വേറെ കോളൊന്നും ഇനി എടുക്കണ്ടെന്നൊക്കെ പറഞ്ഞാൽ അങ്ങനെ ചെയ്യരുത് കേട്ടോ. ഉറപ്പാകും വരെ ഫോൺ എടുക്കണം. നല്ല നല്ല ആലോചന മിസ്സായി പോയില്ലെങ്കിൽ അത് നോട്ടിൽ എഴുതി വെച്ചിട്ട് അങ്ങനെ നോക്കിയാലാണ് കിട്ടുക കേട്ടോ. ഫോൺ എടുക്കാതിരിക്കരുത്. ആണുങ്ങൾ തന്നെ മാക്സിമം ഫോൺ ഡീൽ ചെയ്യുക. ശ്രദ്ധിക്കുക കേട്ടോ. ഓക്കെ, പറയല്ലേ നമ്മൾ കടമയായിട്ട് പറഞ്ഞാൽ പേടിക്കൊന്നും വേണ്ട. ഓക്കെ, ഇൻഷാ അല്ലാ. പ്രേത സിനിമ കാണുവാ? ഞങ്ങളുടെ പേര് കല്യാണ സിനിമ കാണുന്നുണ്ട്. എല്ലാരും ചേച്ചിയുണ്ട്. കുമ്മറാണ് ചേച്ചി. ചേച്ചി ഗുണത്തിന് ചല്ലാച്ച പോവും, ഉറങ്ങ പോവും. പറയുള്ളൂ ഇങ്ങനെ ഇഷ്ടപ്പെട്ട ആൾക്കാർക്ക് ഇങ്ങനെ പറയുള്ളൂ. അല്ലെങ്കിൽ ഉണ്ടോന്നില്ല. കല്യാണ സിനിമനായ കല്യാണ അടിപൊളി കല്ലാണ്, ഉറങ്ങിട്ടൊന്നും സിനിമയുടെ പറ്റി. അത് ശരി. അപ്പോൾ അതാണ് ഓളെ സംസാര രീതി, അങ്ങനെയാണ് കേട്ടോ. അപ്പോൾ ഇവിടെ ഉള്ളവർക്കൊക്കെ ഓളെ സംസാര രീതി കറക്റ്റ് മനസ്സിലാകുന്നുണ്ട്. നമ്മൾ നല്ലപോലെ ശ്രദ്ധിച്ചാൽ അത് മനസ്സിലാവും. അപ്പോൾ നല്ലപോലെ ശ്രദ്ധിച്ച് അങ്ങനെ കാര്യങ്ങളൊക്കെ ബോധ്യപ്പെടും. അപ്പോൾ ഓളെ ആ പോരായ്മകളൊക്കെ അക്സെപ്റ്റ് ചെയ്യാൻ തയ്യാറുള്ള ആളെ നമുക്ക് വേണ്ടുള്ളൂ. പെട്ടെന്നുള്ള ഒരു വീഡിയോ കണ്ടതിൻ്റെ പേരിൽ വരേണ്ടതല്ല കേട്ടോ. ആലോചിച്ച് നല്ലോണം തീരുമാനം എടുക്കുക. എന്നാൽ പിന്നെ ഇൻഷാ അല്ലാ മോളെ എന്നാൽ പോട്ടെ. അസ്സലാമു അലൈക്കും. അപ്പോൾ ഫ്രണ്ട്സ്, റിസ്വാനേൻ്റെ അനിയത്തിയും പറഞ്ഞ കാര്യങ്ങൾ നിങ്ങൾ കേട്ടല്ലോ. അത് മനസ്സിലാക്കിയിട്ട് നല്ലൊരു ആലോചന മുമ്പോട്ട് വരിക. പിന്നെ എനിക്ക് ഈ വീഡിയോയിൽ പറയാനുള്ള കാര്യം, നമ്മൾ അനാവശ്യമായിട്ട് ആരും ഇതിൽ വിളിക്കരുത്. ഇപ്പോൾ കൂടെ നിൽക്കുന്ന ഒരാളാകുമ്പോൾ പിന്നെ ഓലെടുത്ത് ഫോൺ കൊടുക്കുക, കൂടുതൽ അറിയാനാണ് ഇവരെടുത്ത് ഫോൺ കൊടുക്കുക, അങ്ങനെയൊക്കെ പറഞ്ഞ് നമ്മുടെ സമൂഹത്തിൽ പല രീതിയിലുള്ള ആൾക്കാരുമാണല്ലോ ഈ വീഡിയോ കാണുന്നത്. എല്ലാവരോടും പറയാനുള്ളത്, ഈ മോളെ കല്യാണ ആവശ്യത്തിന് വേണ്ടി മാത്രമേ ഇതിൽ വിളിക്കാവൂ. അങ്ങനെയുള്ള ആൾക്കാർ മാത്രം മാക്സിമം ഈ കല്യാണം നോക്കുന്ന പയ്യന്മാരെക്കാളും അവർ വീട്ടുകാരെ കൊണ്ട് വിളിപ്പിക്കുന്നതാണ്. ഉമ്മാനെ കൊണ്ടോ, ഇപ്പോൾ ഒരു പെൺകുട്ടിയാണല്ലോ, ഉമ്മാനെ കൊണ്ടോ പെങ്ങന്മാരെ കൊണ്ടോ വിളിപ്പിക്കുന്നതാണ് ഏറ്റവും നന്നാകുക. ഇൻഷാ അല്ലാ. അപ്പോൾ ആലോചിച്ച് നിങ്ങൾ മുമ്പോട്ട് വരും. ഓളെ പോരായ്മകളൊക്കെ മനസ്സിലാക്കിയിട്ട് വരുന്ന ഒരാളെ വേണ്ടുള്ളൂ. ഇപ്പോൾ കൂടുതലായിട്ട് നിങ്ങൾക്ക് എന്തറിയാണെങ്കിലും ഇവരെ കോൺടാക്റ്റ് ചെയ്യുക. പിന്നെ ഒക്കെ നേരിട്ട് വരാൻ ശ്രമിക്കുക. ഫോണിലൂടെ 1 മാസം 2 മാസം എന്ന് പറഞ്ഞിട്ട് ഓലെ ബുദ്ധിമുട്ടിപ്പിക്കരുത്. പിന്നെ സാമ്പത്തികമായിട്ടൊക്കെ സാധാ ഫാമിലിയാണ്, വലിയ സ്ത്രീധനം അത് ഇതെന്നും പറഞ്ഞ് ബുദ്ധിമുട്ടിക്കുന്നവർ വരുവേ വേണ്ട. അങ്ങനെ സ്ത്രീധനം അതൊക്കെ ഇപ്പോൾ ലീഗലി വരെ പ്രശ്നമാണ്. എങ്കിൽ പോലും അങ്ങനെ ഒന്നും പ്രതീക്ഷിച്ച് വരുന്ന ആളെ നമുക്ക് ആവശ്യമില്ല. ആത്മാർത്ഥമായിട്ട് അവളെ സ്നേഹിക്കുന്ന, അവളെ സംരക്ഷിക്കുന്ന ഒരാൾ, നിങ്ങൾക്ക് തിരിച്ചോളെ ആത്മാർത്ഥമായിട്ടുള്ളൊരു സ്നേഹം കിട്ടും. ഓളിപ്പോൾ ഒരു പറഞ്ഞ നല്ല ആക്റ്റീവായിട്ട് അവൾ സംസാരിക്കും. ഓൾക്കൊരു ഇഷ്ടം തോന്നിയാൽ അങ്ങനെ ഉള്ളൊരു മോളാണ്. അപ്പോൾ നമുക്ക് ശ്രദ്ധിച്ച് കേട്ടാൽ അവൾ പറയുന്നതൊക്കെ മനസ്സിലാവുകയും ചെയ്യും. അതൊക്കെയാണ് ഉള്ള കാര്യങ്ങൾ കേട്ടോ. അപ്പോൾ ഒരു 25 വയസ്സാണ്, അതായത് 30 വയസ്സിൻ്റെ ഉള്ളിലുള്ള നല്ല ആലോചന വരട്ടെ. ചെറിയ ബുദ്ധിമുട്ടൊന്നും വിഷയമില്ല. ജോലിക്ക് പോയിട്ട് ഓളെ നോക്കാൻ പറ്റിയ ചെറിയ ബുദ്ധിമുട്ടുള്ളവരൊക്കെ നമ്മൾ അക്സെപ്റ്റ് ചെയ്യും കേട്ടോ. ഇല്ലെങ്കിൽ എന്തെങ്കിലും ഒരു വരുമാന മാർഗ്ഗമുള്ള ആളായിരിക്കണം എന്നുള്ളതാണ്. ഇപ്പോൾ തീർച്ചയായിട്ടും മോളെ പോലെ തന്നെ ചെറിയ രീതിയിലുള്ള ഡൗൺ സിൻഡ്രോമുള്ള മക്കളൊക്കെ ഉണ്ടാവും. വരുമാന മാർഗ്ഗമുള്ള, ജോലിയുള്ള, നല്ല സ്മാർട്ടായിട്ടുള്ള അങ്ങനെയുള്ളവർക്കൊക്കെ തീർച്ചയായിട്ടും കോൺടാക്റ്റ് ചെയ്യുക. അവർ നല്ല ഹാപ്പി ആയിട്ട് അങ്ങ് മുമ്പോട്ട് പോയിക്കോളൂ, ഇല്ലേ? അതെ, ഇൻഷാ അല്ലാ. അപ്പോൾ പെട്ടെന്ന് തന്നെ മോളെ കല്യാണം നടക്കട്ടെ.